ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയി വന്നാലോ? ഞാനും അമ്മയും ചേച്ചിയും മക്കളും ഏട്ടനും രമ്യയും മക്കളും ഇത്രയും പേരാണ് പോയത്. ഞങ്ങൾ യാത്ര പോകണമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തൊന്നുമല്ലായിരുന്നേ. മിത്തുമായിട്ട് പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയെല്ലാം വന്നാൽ പിന്നെ ഇലക്ഷൻ കഴിയുന്നവരെ ഭയങ്കര തിരക്കായിരിക്കും. വീട്ടിൽ പോലും ഉണ്ടാവില്ല, രാത്രി ലൈറ്റായിട്ടല്ല തരിക. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഇരിട്ടി എത്തി. ഇരിട്ടി ഇതാണ് ഞങ്ങളെ അടുത്തുള്ള ഒരു ടൗൺ, ഇരിട്ടിയാണ്. ഇരിട്ടിയിലത്തെ കുറേ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പാലമൊക്കെ മാറി, പുതിയ പാലമൊക്കെ ആക്കി. അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. ആംബ്രൂസിൻ്റെ ആദ്യമായിട്ടാണ് ആംബ്രൂ ബീച്ചിൽ പോകുന്നത്. പക്ഷേ അതിന് വെള്ളം എന്താ, അല്ലെങ്കിൽ ബീച്ച് എന്താ, അതൊന്നും അറിയാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. 1 വയസ്സ് പോലും ആയിട്ടില്ല. എന്നാലും അതിൻ്റെ കൂടെ പോകുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. പക്ഷേ എന്നിട്ട് ഉറക്ക് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളെയൊന്നും അങ്ങനെ ദിവസവും കാണുന്നില്ലല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പെട്ടെന്ന് കരയും. കൂട്ടായി തരാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിടം ഭയങ്കര കാറ്റായിരുന്നു. കാറ്റൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റൂൾ എടുത്തിട്ടാണ് പോയത്. എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ നിൽക്കാനാവില്ലല്ലോ. കുറേ സമയം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സ്റ്റൂളൊക്കെ എടുത്തിട്ടാണ് പോയത്. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി. ഏട്ടൻ ഐസ്ക്രീം വാങ്ങി തന്നെ എല്ലാവർക്കും. ഐസ്ക്രീമൊക്കെ വാങ്ങി അതെല്ലാം കഴിച്ചു. ഏട്ടൻ കാലിൽ വെള്ളമാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിന്നു. ഇങ്ങോട്ട് ഇറങ്ങിയതേ ഇല്ല. തിര ഇങ്ങനെ വരുന്നതിന് അതിൽ നാറി തേക്കോട്ട് വന്നു. കാലിൽ വെള്ളം എന്നിട്ട് ഏട്ടൻ വന്നതേ ഇല്ല. പിന്നെ സൂര്യാസ്തമയം കുറേ സമയം അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു 7 മണി ആവാനായിട്ടുണ്ടാവും. തിരിച്ച് അതുപോലെ തന്നെ വരുമ്പം നല്ല രസമായിരുന്നു. അമ്പുറു ഉറങ്ങാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ കാറിൽ തന്നെ കുറേ സമയം കളിക്കാൻ പറ്റി. എന്നിട്ട് പിന്നെ തിരിച്ചെത്താനാകുമ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു. പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഇവർക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല. ഭക്ഷണം പാഴ്സൽ വാങ്ങി വീട്ടിൽ വന്നിട്ട് കഴിക്കുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീടെത്താനായി. ഇതാണ് എൻ്റെ റോഡ്, പുതിയ റോഡാണ്. ഇപ്പോൾ ശൈല ടീച്ചർ ഉദ്ഘാടനം ചെയ്തതാ. സൂപ്പറാണ് രാത്രി ഇതിലേക്കൂട്ട് തരാൻ. അങ്ങനെ വീട്ടിലെത്താനായി. വീട്ടിൽ എത്തി. എന്നിട്ട് അന്തരും അതിൻ്റെ കൂടെ കുറേ സമയം കളിച്ചു. അതിനാണെങ്കിൽ വീട്ടിലെത്തിയാലാണ് സെറ്റായി വന്നത്. അതിൻ്റെ കൂടെ ഞാനും അമ്മയും കുറേ സമയം കളിച്ചു. എന്നിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ചു. അവർ പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.